യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സൂര്യ നല്ല പൈങ്കിളിയാണല്ലോ. നമ്മള് പ്രണയിച്ചപ്പോഴൊന്നും ഒരു പൈങ്കിളി കഥയിലെ നായകനാവാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതെങ്ങനെ പറ്റും? തന്നെ എപ്പ കണ്ടാലും ഒരു കയ്യില് സിറിഞ്ചും മറ്റേ കയ്യില് ഡ്രിപ്പ് ബോട്ടിലുമായിട്ടല്ലേ നിൽപ്പ്. സൂര്യ, എനിക്ക് ആ പ്രയോഗം അങ്ങ് ഇഷ്ടപ്പെട്ടു. ഭാവന, തനിക്ക് എന്നോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് എനിക്കറിയാം. ഏയ്, എന്ത് കാര്യം? എനിക്കൊന്നും പറയാനില്ല. ആര് പറഞ്ഞു പറയാനില്ലെന്ന്? ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ട ആ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തിട്ടല്ലേ താൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കൂ. അതത്രേ ഉള്ളൂ. അതാണ് മനുഷ്യധർമ്മം. ആണല്ലോ. എന്നാ പിന്നെ താൻ ഏറ്റ കാര്യം എത്രയും വേഗം നിറവേറ്റി കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പാവം കിട്ടുവേ. അതിന് ഞാനൊന്നും ഏറ്റിട്ടില്ലല്ലോ. അപ്പോ അമ്മയോട് കള്ളം പറഞ്ഞതാണോ? എന്തോന്ന്? ആന്റി എന്തു പറഞ്ഞു? അല്ല, അമ്മയ്ക്ക് കുഞ്ഞിക്കാല് കാണണോന്നോ? അപ്പോ തന്നോട് ആ കാര്യം പറഞ്ഞപ്പോ സൂര്യയോട് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞെന്നാ കേട്ടത്. ചുറ്റി വളച്ച് കൊണ്ടുവന്നത് ഇതിനാണല്ലേ? എന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ? കൈവിട. വേദനിക്കട്ടെ. പറ്റിക്കാൻ നോക്കിയതല്ലേ? സൂര്യ, ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല ഭാവന. നമുക്ക് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? ഈ ചിരിയില് ഒരു മൗന സമ്മതം ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഭാവന, സത്യത്തിൽ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? എനിക്കറിയില്ല. സ്വപ്നമാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും ഇതുപോലെയുള്ള പല നിമിഷങ്ങളും ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഭാവന. ആണോ? ഒടുവിൽ കണ്ണു നിറഞ്ഞ് ഒഴുകുമ്പോഴാണ് കണ്ടതല്ല ഒരു മിഥ്യയായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. സത്യം പറ, താനും ഒരുപാട് സ്വപ്നങ്ങൾ നമ്മളെ കുറിച്ച് കണ്ടിട്ടില്ലേ? കള്ളം മാത്രം പറയരുത്, പറ, കണ്ടിട്ടില്ലേ? എന്നാ പറ, താൻ എന്ത് സ്വപ്നമാണ് കണ്ടത്? അത് ഞാൻ പറയില്ല. പ്ലീസ് ഭാവന, ഒന്ന് പറ. ചില സ്വപ്നങ്ങളെ പറയാൻ പാടില്ല സൂര്യ. പറഞ്ഞാ അതിന്റെ ഭംഗി നഷ്ടപ്പെടും. പ്ലീസ് ഭാവന. പറയില്ല. എന്നാ വേണ്ട, ഞാൻ കണ്ട സ്വപ്നം പറയട്ടെ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു.